അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു തക്കാളിക്കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് ജോളി പറഞ്ഞതനുസരിച്ചിട്ട് ഞാനത് ആക്കിയിട്ട് കാണിക്കുന്നതാണ്. ജോളി പറഞ്ഞ തക്കാളിക്കറി ആക്കുന്നതൊന്ന് കാണണം ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതാക്കിയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തക്കാളിക്കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ എടുത്തിട്ട് വെച്ച് അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഗൈസ്. അപ്പോൾ പാൻ എടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. ഇങ്ങനെയാണ് ഞാൻ ആക്കുന്നത്. ഇത് ഈ തക്കാളിക്കറി നമുക്ക് ദോശക്ക്, ചപ്പാത്തിക്ക്, എന്തിനു വേണ്ടിക്കും, ചോറിന് എന്തിനു വേണ്ടിക്കും കൂട്ടാം. ഇപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തക്കാളിയെല്ലാം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ല ഗൈസ് ഇന്ന്, അതുകൊണ്ട് കറിവേപ്പില ഇടാൻ പറ്റുമോയെന്നറിയില്ല. കറിവേപ്പില തീർന്നു പോയി കിട്ടിയില്ലായി. 2-3 പോയിട്ടാണ് അതിപ്പോൾ തീർന്നു. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതാ ഞാൻ ഈ തക്കാളി, ഉള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു. നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പ്, അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അടച്ചു വെക്കുക. നമ്മൾ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് ഇരുന്ന് വേണം വേവാൻ. വേറെ ഇപ്പം വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. തക്കാളിയെല്ലാം വേഗം വരണ്ടി വരും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ല, നല്ല കട്ടിയിലാന്ന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് കുട്ടികൾക്ക് ചോറിനെല്ലാം ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാം. നല്ല ഒരു കറിയാണ്. ഞാൻ ആദ്യമെല്ലാം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ എല്ലാം കറിയാക്കിയിട്ടാണ് കൊടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒന്നും പറയാനില്ല ഈ കറിയെ പറ്റി. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ദോശ തരുമോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ദോശ തരൂ, ഞങ്ങളുടെ ദോശ. എനിക്ക് പാത്രത്തിൻ്റെ ഒച്ച കേട്ടാലും മനസ്സിലായി രാവിലത്തെ പരിപാടി തുടങ്ങി. ഇപ്പോൾ വന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. തരുമോ ഞങ്ങൾക്കും.
തുറന്ന് നോക്കട്ടെ. ഏകദേശം ഇതാ വഴന്ന് വന്ന് കണ്ട, പെട്ടെന്ന് തന്നെ ആവും. നിങ്ങൾ കാണുന്നില്ലേ? നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്, നിങ്ങളൊന്നും കാണുന്നില്ലേ ഞാൻ ചെയ്യുന്നതെന്ന്. ചില സമയം പകുതിയെ കാണുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് നികിലൂട്ടെല്ലാം പറയുന്ന കേൾക്കാം. പകുതി കാണുന്നില്ല, അത് നമ്മൾ ഈ ആക്കുന്നതിൽ മാത്രമാണ് അന്നേരം ശ്രദ്ധയുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കൂലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറയിൽ അധികം നോക്കാത്ത കൊണ്ടായിരിക്കണം അങ്ങനെ. അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടുന്ന പൊടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. മഞ്ഞൾപ്പൊടി, ഈ കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്ന കുറച്ച് മസാലപ്പൊടിയാണ് ഗൈസ്, മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതും കൂടിയിട്ട് കുറച്ച് മതി, അധികമൊന്നും വേണ്ട. അപ്പം അതിൻ്റെ എല്ലാം രുചി കൊണ്ടാണ് ഈ ടേസ്റ്റ്, മസാലപ്പൊടിയെല്ലാം ഇട്ടുകൊണ്ട്. ഇതിങ്ങനെ റോസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം, അല്ല വെള്ളം വേണ്ടിയിട്ട് വെള്ളം ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഞാനേതായാലും ദോശക്കാണ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളയിൽ കഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളയിൽ വെച്ചിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം. എന്നിട്ടൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പോൾ ഇതാ കറി ഇവിടെ അപ്പോഴത്തേക്ക് റെഡിയാവും. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഞാൻ കുറച്ച് ഉപ്പ് കുറവാണ് ഗൈസ്, ലേശം ഉപ്പ് ഇട്ട് കൊടുക്കും. വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് കുറഞ്ഞു. അപ്പോൾ ഇട്ട് കുറച്ച് മല്ലിച്ചപ്പുണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തള വരട്ടെ. അപ്പം നമുക്ക് വാങ്ങാം. ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിൾ കറിയാണ്, വേഗമാവും. എല്ലാവർക്കും വേഗമാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പം അടച്ച് ഹലോ ഗൈസ്, ഇതാ ഞാൻ കറി നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, ഇതാ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തക്കാളി കറി ഇവിടെ റെഡി. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.